2026 ജൂലൈ 26 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ശാരീരികമായ അസ്വസ്ഥതകൾ ഇന്ന് അലട്ടിയേക്കാം. പഴയ രോഗങ്ങൾ വീണ്ടും ശകലമാകാൻ സാധ്യതയുള്ളതിനാൽ രോഗകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. കൃത്യമായ വൈദ്യസഹായം തേടുന്നത് ഉചിതമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ മനസന്തോഷവും പുതിയ അലങ്കാര വസ്തുക്കളുടെ ലാഭവും ഉണ്ടാകാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മനസ്വസ്ഥതകൾ അല്പം കുറവ് വരുവാൻ സാധ്യതയുണ്ട്. ഏത് സാഹചര്യത്തിലും ശാന്തത കൈവിടാതെ മുന്നോട്ടു പോവുക. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം കൃഷി സംബന്ധമായ പുതിയ അവസരങ്ങളും വന്നു ചേരും. കലാകാരന്മാർക്കും കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഇന്ന് മികച്ച ദിവസമാണ്. പുതിയ അവസരങ്ങളും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദിവസത്തിന്റെ തുടക്കത്തിൽ ശത്രുക്കളിൽ നിന്നുള്ള ശല്യം ഉണ്ടായേക്കാമെങ്കിലും അവയെല്ലാം വിജയകരമായി അതിജീവിക്കുവാൻ സാധിക്കും. വൈകുന്നേരത്തോടെ പ്രവർത്തനങ്ങളിൽ വലിയ ഉന്മേഷവും പുരോഗതിയും അനുഭവപ്പെട്ടേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മാനസികമായി അല്പം വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരസ്പരം മനസ്സിലാക്കി പെരുമാറിയാൽ ബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്തുവാനും മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാനും കഴിയും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ ധനനേട്ടവും രോഗശാന്തിയും ഉണ്ടാകാമെങ്കിലും ഉച്ചയോടെ ആരോഗ്യക്കുറവും ചെറിയ തോതിൽ മനോവിഷവും അനുഭവപ്പെടുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരുന്നാൽ വൈകുന്നേരത്തെ ബുദ്ധിമുട്ടുകൾ വേഗത്തിൽ മാറാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്രം അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. മധ്യാഹ്നം വരെ ചില മാനസിക വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അതിനുശേഷം മനഃശാന്തിയും ധനലാഭവും കൈവരാൻ സാധ്യതയുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിരം തൃക്കേട്ട. കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിധി അനുകൂലമായി വരാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. നീതി ലഭിക്കുമെന്ന് വലിയ സന്തോഷം നൽകും. തൊഴിൽപരമായ വിജയം കൈവരിക്കുവാനും കഠിനാധ്വാനത്തിന് അർഹത അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മിശ്രഫലങ്ങൾ നിറഞ്ഞ ദിവസമാണ് ഇന്ന്. ഉച്ചയോടെ സാമ്പത്തികവും മാനസികവുമായ ചില ബുദ്ധിമുട്ടുകൾ അലട്ടിയേക്കാം. എന്നാൽ മധ്യാഹ്നം പിന്നിടുമ്പോൾ അപ്രതീക്ഷിതമായ ധനലാഭം കൈവരാൻ സാഹചര്യമൊരുങ്ങും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ തുടക്കത്തിൽ സമൂഹത്തിൽ നല്ല പേര് കേൾക്കുവാൻ അവസരം ലഭിക്കും. എന്നാൽ വൈകുന്നേരത്തോടെ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ധനത്തിന്റെയോ അപമാനത്തിനോ സാധ്യത കാണുന്നുണ്ട്. ശരിയായ സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്ത് ഇടപഴകിയാൽ ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സർവ്വസുഖാനുഭവങ്ങളും സാമ്പത്തിക നേട്ടവും കൈവരുന്ന മികച്ച ദിവസമാണിന്ന്. അപ്രതീക്ഷിതമായി ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനും ഇവർ മുഖേന ഗുണാനുഭവങ്ങൾ ഉണ്ടാകുവാനും യോഗ്യതയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദിവസത്തിന്റെ തുടക്കത്തിൽ ചില ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മധ്യാഹ്നം കഴിയുമ്പോൾ നിയമപരമായ തർക്കങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ക്ഷമയോടെ ഇടപെടൽ വിജയത്തിന് നയിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.